ആരാധ്യനായ ദൈവത്തെ നമുക്കൊന്നിച്ചാരാധിക്കാം. ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദ മൗണ്ടൻ ഓഫ് ഗോഡ് സഭയിലേക്ക്. ആരാധനയും വചനപഠനവും എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ. ഡോക്ടർ ഹഡ്സൺ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ. ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ചക്രവർത്തി ഹോസ്റ്റലിന് എതിർവശം, YMCA ബൈപ്പാസ് റോഡ്, കോതമംഗലം. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശബ്ദത്തോട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു ചെകുത്താൻ എല്ലാ കുട്ടിപ്പിശാചുകളെയും കൂട്ടി ഒരുക്കി ഒരു യോഗം നടത്തി. യോഗം നടത്തിയപ്പം പ്രധാനപ്പെട്ട ചെകുത്താൻ ഇപ്രകാരം കുട്ടിപ്പിശാചുകളോട് പറഞ്ഞു, ഈ ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളെ നമുക്ക് ഇന്ന് വരെ തടയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവരെല്ലാവരും ഞായറാഴ്ച സഭായോഗം മുടങ്ങുന്നില്ല, രാവിലെ പ്രാർത്ഥന മുടങ്ങുന്നില്ല, വൈകിട്ട് പ്രാർത്ഥന മുടങ്ങുന്നില്ല, ആരാധന കൊണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഇവരെല്ലാം തടയാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണമല്ലോ. ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ഇവരെ തൊടാൻ കഴിയത്തില്ല, അതിന് എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടാക്കണമല്ലോ എന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ഒരു കുട്ടിച്ചെകുത്താൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, അതെന്തോ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ. ഒരു ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം എന്തു ചെയ്യണം? ഒരു ഗസ്റ്റിനെ, ഒരു കൂട്ടുകാരനെ വീട്ടിലോട്ട് വിട്ടാൽ മതി. അവനൊരു 1-1.5 മണിക്കൂർ ഇരുന്ന് കത്തിവയ്ക്കും. അത് കഴിയുമ്പം TV-യിൽ സീരിയലിട്ട് കൊടുക്കണം. സീരിയൽ കാണുമ്പം അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക്, അത് കഴിഞ്ഞിട്ട് വാട്സപ്പ്, അത് കഴിഞ്ഞിട്ട് ട്വിറ്റർ, അത് കഴിയുമ്പം ഇവൻ്റെ ശ്രദ്ധയെല്ലാം പോവും. ഇവനൊരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചേച്ച് അവൻ എന്തു ചെയ്യും? തലയണോടോ ചേർന്ന് കിടന്നോളും. ഇന്ന് വിശ്വാസികളെ ചതിക്കുന്നത് ഇങ്ങനത്തെ ഒരു മീഡിയാസ്. അതുകൊണ്ട് ഈ പ്രധാന ചെകുത്താൻ അല്ലെങ്കിൽ ഈ കുട്ടിപ്പിശാചുകളുടെ കുട്ടി താൽക്കാലികമായി ഇൻപം തരുന്ന ഈ അടിമത്വത്തിൽ കുടുങ്ങിപ്പോകാതെ ദയവായി നിങ്ങളെല്ലാവരും ശ്രദ്ധയോട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചും ധ്യാനിച്ചും ജീവിച്ചാൽ ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. വിശ്വാസത്തോട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ. നമ്മുടെ ആരാധന കഴിഞ്ഞിട്ടില്ല, വചന പ്രബോധനം കഴിഞ്ഞ് വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം വീണ്ടും പാട്ടുകൾ പാടി പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. നാം അല്പം നേരം ചിന്തയ്ക്കായി നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹെബ്രയ ലേഖനം 3:7 മുതൽ അവസാനം വരെ. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പുതിയ വിശ്വാസികൾക്കും അവധികാലത്തിൽ ഇവിടെ നമ്മോട് പ്രാർത്ഥിക്കാൻ വന്ന ബിന്ദു ചേച്ചി കുടുംബത്തിനും എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ, ഞാൻ ചേട്ടൻ്റെ പേര് മറന്നുപോയി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ ആസ് എ ഫാമിലി. മേ ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടും വേദപുസ്തകം തുറക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏറ്റവും മുൻഗണന കൊടുത്തത് തിരുമൊഴികൾക്കാണ്, ദൈവത്തിൻ്റെ വചനത്തിനാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും യേശു ക്രിസ്തു ആദ്യ സഭകളിലും ഏറ്റവും മുൻതൂക്കം കൊടുത്തത് കർത്താവിൻ്റെ തിരുവചനത്തിനാണ്. ആരാധന നല്ലതാ, പാട്ടുകൾ നല്ലതാ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് നല്ലതാ, കൂട്ടായ്മ നല്ലതാ, എല്ലാം നല്ലതാ, എല്ലാം വേണം. എല്ലാറ്റിനും ഉപരി നാം കർത്താവിൻ്റെ വചനത്തിന് മുൻതൂക്കം കൊടുത്താൽ മാത്രമേ കർത്താവിൻ്റെ മഹത്വമേറിയ ആലോചനയെ തിരിച്ചറിയുവാനും കർത്താവിനോടൊപ്പം നടക്കുവാനും സമാധാനത്തോട് ജീവിപ്പാനും സംതൃപ്തിയോട് ജീവിപ്പാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹെബ്രയ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ
ഇന്ന് എനിക്ക് ഒന്നും നിങ്ങളോട് പറയാൻ ഇല്ല. പരിശുദ്ധാത്മാവ് എന്ത് എൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തോ ആ ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്ന്, എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതെ ഇരിക്കേണ്ടതിന് അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ ഇരുപ്പാൻ നോക്കുവീൻ. അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ ഇരുപ്പാൻ നോക്കുവീൻ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നവരല്ലയോ ഈ ജനം? സർവശക്തനായ ദൈവത്താൽ മിസ്രൈമിൽ കുടുങ്ങിക്കിടന്ന് വാഗ്ദത്ത സന്തതി എന്ന് വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ സർവശക്തനായ ദൈവം മോശെ മുഖാന്തരം ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, അവന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വളരെ മഹത്വത്തോടും ഉന്നത നിലയിൽ ഇസ്രായേൽ ജനം ജീവിപ്പാൻ അവരെ ഫറവോന്റെ പിടിയിൽ നിന്ന് മഹാ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ചെങ്കടൽ വഴി വഴികളെ ഒരുക്കി മനോഹരമായി മരുഭൂമിയിൽ കൂടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ പദ്ധതികളിട്ടപ്പോൾ മറുവശത്ത് ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ശണ്ടയിടുന്നത്, പിറുപിറുക്കുന്നത് എപ്പോഴാ എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ സംശയം വരുമ്പോൾ. അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ പിറുപിറുക്കാൻ തുടങ്ങും. ഇന്നെന്റെ വിഷയം വിശ്വാസം, അവിശ്വാസം. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതാ. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും വിശ്വാസവുമുണ്ട്, അവിശ്വാസവുമുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് കേൾക്കണം. അവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അവിശ്വാസത്തെക്കുറിച്ചും കേൾക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവിശ്വാസം വരുന്നത് തന്നെ അവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസം വരുന്നതും അവൻ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുമ്പോളാ. വിശ്വാസം എന്നതോ ആഗ്രഹങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസം കൂടാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസികളുടെ ഹൃദയത്തിൽ അവിശ്വാസമുണ്ടോ? ഉണ്ട്. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ട് ഭക്തൻ സഭയോട്, ദൈവസഭയോട് പ്രബോധിക്കുന്നു, നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ, സ്വസ്ഥത എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം റെസ്റ്റ്, സ്വസ്ഥത. പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവം ആബ്രഹാമോട് വെളിപ്പെട്ടപ്പോൾ ആബ്രഹാമോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് കാനാൻ ദേശം അവകാശമായി തരും. കാനാൻ ദേശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് നിന്റെ തലമുറകൾക്ക് ഞാൻ തരുമ്പോൾ അത് പാലും തേനും ഒഴുകുന്ന ഒരവസ്ഥയായിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, പാലും തേനും ഒഴുകുന്ന അവസ്ഥ.
ഹല്ലേലൂയ. വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ മുഖം തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് നിറയാൻ തുടങ്ങി. ഹല്ലേലൂയ. പാലും തേനുമുള്ള ഒരു അവസ്ഥ, സമൃദ്ധിയുടെ അവസ്ഥ, സന്തോഷത്തിന്റെ അവസ്ഥ, ദീർഘായുസ്സുള്ള ഒരു അവസ്ഥ. ഹല്ലേലൂയ. വേദനയുടെ അവസ്ഥയല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളോട് ഞാൻ പ്രബോധിക്കട്ടെ, പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ അത്യുച്ചത്തിൽ ഈ മൈക്കിൽ കൂടെ വിളിച്ചു പറയട്ടെ, ഇത് ഒരു അബ്രഹാമിന്റെ ആലോചനയല്ല, ഇത് ഈസാക്കിന്റെ ആലോചനയല്ല, ഇത് യാക്കോബിന്റെ ആലോചനയല്ല, ഇത് അബ്രഹാമിന്റെ പ്രാർത്ഥന വിഷയമല്ല, ഇത് ഏലിയാവിന്റെ പ്രാർത്ഥന വിഷയമല്ല, ഇത് മോശയുടെ പ്രാർത്ഥന വിഷയമല്ല, ഇത് ഒരു ഭക്തന്റെ കണ്ണുകളിൽ കണ്ടിട്ടുള്ള ഒരു വിഷയമല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ വിശ്വാസികളുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു, നിന്റെ അവസ്ഥ ഈ അവസ്ഥയല്ല, പാലും തേനും ഒഴുകുന്ന അവസ്ഥ നിന്റെ തലമുറകൾക്ക് ഞാൻ തരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനം തന്ന ദൈവം, വിശ്വസ്തനായ ദൈവം, നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം മതിയായവൻ. മനുഷ്യൻ എപ്പോഴും മറ്റൊരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ പാപം ചെയ്യുമ്പോൾ. നിങ്ങളും എൻ്റെയും ദൃഷ്ടിയിൽ ഒരു മനുഷ്യനെ എപ്പോഴാണ് നാം പാപിയായി കാണുന്നു? അവൻ മോഷ്ടിക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ. പ്രധാനമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മറ്റൊരു വ്യക്തി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനാണെങ്കിൽ നമ്മൾ ഉടനെ വിധിക്കും, ഇവൻ ഒരു പാപിയാ. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, ആ പാപത്തെ കുറിച്ചല്ല, അതിനേക്കാളും ഉപരി ദൈവം ഒരു പാപത്തിന് മുൻഗണന കൊടുക്കുന്നു. എന്താണ് ആ പാപം? അവിശ്വാസം. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവിശ്വാസം ഉള്ള ദുഷ്ട ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ ഇരുപ്പാൻ നോക്കുവീൻ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ദൈവം പറയുന്നു വിശ്വസിക്കാത്തവനെ കുറിച്ച് ദുഷ്ടഹൃദയമുള്ളവനാണ്. പൊതുവെ വിശ്വാസികൾക്ക് അവിശ്വാസത്തെ കുറിച്ച് വിചാരവുമില്ല, വിഷയവുമില്ല. നിങ്ങൾ ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പാപം ചെയ്തവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടതും അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോട്? എന്താണ് അനുസരണം കെട്ടുപോയത്? അവിശ്വാസം. പലപ്പോഴും മനുഷ്യന്റെ ഉയർച്ച തടയുന്നത് അവന്റെ അവിശ്വാസം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. സർവശക്തനായ ദൈവത്തെ പ്രൊവോക്ക് ഇസ്രായേൽ ജനം എപ്പോൾ ചെയ്തെന്നറിയാമോ? എനിക്കതിന്റെ കറക്റ്റ് മലയാളം വാക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വാക്ക് വായിച്ചത്. They provoked God. ദൈവത്തെ പ്രൊവോക്ക് ചെയ്യാൻ ഒറ്റ ഒരു സാഹചര്യമുള്ളൂ മനുഷ്യന്റെ ജീവിതത്തിൽ. അവൻ എപ്പോൾ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. എപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവിശ്വാസം അവരുടെ മരുഭൂയാത്രയിൽ വെളിപ്പെട്ടത്? എപ്പോഴാ? ഒരു ഭാഗത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം, പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട്, പുറപ്പാട് പുസ്തകം 17-ന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം തൊട്ട് തന്നെ, മോശയോട് വെള്ളത്തിന് വേണ്ടി വഴക്കിട്ടു. സീൻ മരുഭൂമിയിൽ വെച്ച്, സീൻ മരുഭൂമി, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കൂടി കടന്ന് യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിൽ വന്നു. മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മരുഭൂമിയിൽ നമുക്ക് ഷെൽട്ടർ ഉണ്ടാവത്തില്ല, നമുക്ക് തണലായി വൃക്ഷങ്ങൾ ഉണ്ടാവത്തില്ല. മണൽ തരിക്കാട്ടിൽ മുൾവൃക്ഷങ്ങൾ മാത്രമേ വളരത്തുള്ളൂ. ഈ മുൾവൃക്ഷങ്ങൾ ഒരിക്കലും നമുക്ക് തണലായി മാറത്തില്ല. അതിൻ്റെ അടുത്ത് ആശ്വാസം കണ്ടെത്തി പോയാൽ അത് നമ്മളെ കുത്തത്തേ ഉള്ളൂ. രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥത പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. ലോകപ്രകാരമായി ഒരിക്കലും യാത്രയിൽ മരുഭൂമിയിൽ വെച്ച്
ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് താങ്ങും തണലായി കടന്നു വരാൻ കഴിയത്തേയില്ല. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. മരുഭൂമിയിൽ ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ അവിടെ രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും നമുക്ക് ഉണ്ടാവത്തുള്ളൂ. മഞ്ഞിൽ നിന്നും മഴയിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും തീച്ചൂളയിൽ നിന്നും കള്ളന്മാർ, അമലോക്യർ അല്ലെങ്കിൽ ദുഷ്ടവിരോധികളിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ അഭയമായി മരുഭൂമിയിൽ കാണപ്പെടുന്നത് ഗുഹകളില്ല, പാറക്കെട്ടുകളില്ല. നമുക്കറിയാം, ദാവീദ് അനർത്ഥം വന്നപ്പോൾ പാറക്കെട്ടുകളിൽ പോയി അവൻ ഒളിച്ച് പാർത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ മരുഭൂമിയിൽ ഇതൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സീൻ മരുഭൂമിയുടെ അപ്പുറേ ഹല്ലേലൂയ ഹോരേബ് എന്ന ഒരു പർവ്വതം ഉണ്ടായിരുന്നു. അവിടെ പാറ ഉണ്ടായിരുന്നു. ഏത് മരുഭൂമിയുടെ ജീവിതത്തിലും വചനം നിങ്ങൾ വായിക്കുമ്പോൾ ഏത് മരുഭൂമിയിൽ കൂടെ കടക്കുന്നവന്റെ ജീവിതത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് യാത്ര ചെയ്ത പാറ ക്രിസ്തുവിനെ പൊരുളായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഹോരേബ് പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് കാണാൻ തുടങ്ങി. സർവശക്തനായ ദൈവം വിളിച്ചിറക്കിയവൻ ഹല്ലേലൂയ മനോഹരമായി വഴി നടത്തി. എങ്ങനെ നടത്തി? ഇവർക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇവർക്ക് നന്ദി പറയാനേ ഉള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്ന് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ ഇവർക്ക് ഹല്ലേലൂയ ഇവരെ പട്ടിണിയിട്ട് കൊന്നിട്ടില്ല. ഇവർ കഴിച്ചില്ലെങ്കിലും ഇവരുടെ ശരീരം ക്ഷീണിച്ചിട്ടില്ല. ഓർത്തോളം, ഇവർക്ക് കാടയിറച്ചി കഴിച്ചാല് നിനക്ക് ശക്തി പ്രാപിക്കുന്നല്ല, നല്ല കോഴിയിറച്ചി കഴിച്ചാല് നിനക്ക് ആരോഗ്യം ഉണ്ടാവുന്നല്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്തും ദൈവം വിളിച്ചിറക്കിയവന് ഒരു ഹല്ലേലൂയ രോഗമോ ഒരു ക്ഷീണമോ ഒന്നുമില്ലാതെ നടത്തിയ ആ ഭാഗ്യം, ആ വിശ്വാസം മറന്നുപോയി. എപ്പോൾ മറന്നുപോയി? അവർ ദാഹിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ യഹോവ ഹല്ലേലൂയ മോശയ്ക്ക് വിരോധമായി അവർ പിറുപിറുത്തു. ഹല്ലേലൂയ. രണ്ട് പ്രധാനപ്പെട്ട കാര്യം വിശ്വാസികളുടെ ജീവിതത്തിൽ അവിശ്വാസം വെളിപ്പെടുന്നത് എപ്പോഴാ? നാം എല്ലാവരും വിശ്വാസികളാ, അവകാശം പറഞ്ഞ് ജീവിക്കുന്നവരാ. പക്ഷെ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ വിശ്വാസി വഴക്കിടത്തില്ല, പിറുപിറുക്കത്തില്ല. എപ്പോഴാണ് കുടുംബത്തിൽ വഴക്ക് വരുന്നത്? വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇരുവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അവിടെ വഴക്ക് വരും. അത് അവിശ്വാസത്തിന്റെ അടയാളമാണ്. ഒരാൾ പറഞ്ഞത് മറ്റൊരു വ്യക്തി കേട്ടില്ലെങ്കിൽ, ചോദിച്ച കാര്യം വാങ്ങിച്ച് തന്നില്ലെങ്കിൽ, പിന്നെ അവിടെ വഴക്കുണ്ടായാൽ അതിന്റെ അർത്ഥം he doesn't have faith. ഇസ്രായേൽ ജനത്തെ ഇറക്കി കൊണ്ടുവന്നത് മോശെ കൊടുക്കേണ്ടതാ വെള്ളം കുടിക്കാൻ. കൊടുക്കാത്തത് കൊണ്ട് ജനങ്ങൾ വഴക്കിടാൻ തുടങ്ങി. പക്ഷെ മോശെ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇസ്രായേൽ ജനത്തെ ദൈവം പോറ്റി പുലർത്താൻ കാരണം മോശെ ഹല്ലേലൂയ ജനങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്തപ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് മോശെ ഉത്തരം നൽകിയതുപോലെ നിന്റെ മരുഭൂമിയിൽ ദാഹത്തോട്, വിശപ്പോട്, പട്ടിണിയോട് എന്റെ ജീവിതത്തിൽ ഇനി ഒരു വിടുതല ഉണ്ടോ എന്ന് നീ ചോദ്യത്തോടെ ജീവിച്ചാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതിന് ഉത്തരം പിറുപിറുപ്പല്ല. വചനം പറയുന്നു, ഇന്നെന്ന പോലെ പറഞ്ഞാട്ടെ, ഇന്നെന്ന പോലെ വിശ്വാസി ഒന്നി പിറുപിറുക്കും, അല്ലെങ്കിൽ മുടന്ത ന്യായം പറയും. ഞാൻ എല്ലാ ഞായറാഴ്ചയും പറയുന്നത് പോലെ ദൈവത്തിനൊരു സമയമുണ്ട്. കണ്ണാക്കി ഒട്ടാൻ തുടങ്ങി. എല്ലാം ദൈവഹിതം പോലെ ആകട്ടെ എന്നല്ല. ഇന്നെന്ന പോലെ മോശെ ദൈവസന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നത് പോലെ ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം നേടിയെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളോടുള്ള ദൂത്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ പിറുപിറുക്കരുത്, വഴക്കിടരുത്, കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കരുത്. അവിടെ മോശെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹോരേബ് പർവ്വതം ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന, വെള്ളമില്ലെങ്കിലും വെള്ളം കൊടുക്കുന്നവൻ
മരുഭൂമിയിൽ ഉണ്ടായിരുന്നു, മറന്നു പോകരുത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം മല കടന്നോ കടൽ കടന്നോ അല്ല തന്റെ പാർപ്പിടം വെച്ചിരുന്നത്. തന്റെ ജനത്തെ വഴി നടത്തുവാൻ സീൻ മരുഭൂമിയിൽ തന്നെ തനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം, ആ മലയുടെ പേര് ഹോരേബ്. ആമേൻ. മോശയോട് ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, നീ ഹോരേബ് പർവ്വതത്തിൽ കയറി അവിടെ ഇരിക്കുന്ന പാറ നോക്കി നീ അടിച്ചോ. എന്തുകൊണ്ടാണ് അടിക്കേണ്ടത്? നീ മിസ്രൈമിൽ പോയപ്പോൾ നൈൽ നദി രക്തമായി മാറ്റുവാൻ ഏത് വടിയും കൊണ്ട് അടിച്ചോ ആ വടിയും കൊണ്ട് നീ പാറ അടിച്ചാൽ മതി. അവിടെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ, ശത്രുവിന്റെ ഇടയിൽ അനർത്ഥം ഉണ്ടാക്കുവാൻ ഏത് വടി ഉപയോഗിച്ചോ ആ വടി തന്നെ ഇവിടെ പ്രതികാരം വീട്ടുന്ന വടിയല്ല, ഇവിടെ അനർത്ഥം ഉണ്ടാക്കുന്ന വടിയല്ല. ഇത് എൻ്റെ ജനങ്ങളെ പോറ്റി പുലർത്തുവാൻ ഉപയോഗിക്കുന്ന ജീവനുള്ള വടി. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം മോശെ മുഖാന്തരം ഉപയോഗിച്ച ആ വടി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവത്തിൽ വഴി നടത്തുവാൻ ഹല്ലേലൂയ മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും മധ്യസ്ഥനായി നിന്ന ആ വടിക്ക് ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേരാ യേശു എന്ന നാമം. അത് ശത്രുക്കളെ തകർക്കുമ്പോൾ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഹല്ലേലൂയ പിതാവ് പുത്രനെ ഉപയോഗിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ നിന്നെ രക്ഷിപ്പാൻ, അടിമനുഖത്തിൽ നിന്ന് രക്ഷിപ്പാൻ അതേ വടി തന്നെ ഉപയോഗിച്ചത്. പാളയത്തിന്റെ പുറത്ത് നമുക്ക് വേണ്ടി ജീവയാഗമായി അർപ്പിച്ചത് യേശു തന്നെ. ആ യേശു തന്നെ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്ത് തളർവിട്ട് വളരുന്ന ഒരു പക്ഷപാതം ചെയ്യുന്ന ജീവനുള്ള വടിയായിന്നും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. Praise the Lord. Praise the Lord. അതാ കർത്താവ് അവിടെ പരിശുദ്ധാത്മാവിൻ അരുളി ചെയ്ത കാര്യം. മരുഭൂമിയിൽ വെച്ച് പരീക്ഷ ദിവസത്തിൽ മത്സരിച്ചതെന്ന പോലെ നിങ്ങളുടെ ഹൃദയവും കഠിനപ്പെടരുത്. നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴാ കഠിനപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴാ ദേഷ്യം വരുന്നത്? എപ്പോഴാ പിറുപിറുക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം കാര്യങ്ങളൊന്നും പോയില്ലെങ്കിൽ അവിടെ പിറുപിറുക്കാൻ തുടങ്ങുക. അവൻ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ വിശ്വാസിയെ അല്ല. വചനം പറയുന്നു, പാപം ചെയ്തവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണ്ടും പോയി. പഴയ നിയമമല്ല, പുതിയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വീണ്ടും ആവർത്തിച്ച് വീണ്ടും ദൈവജനത്തോട് സംസാരിക്കുന്ന കാര്യമാണ്. ഈ ഭൂമിയിൽ പിറുപിറുത്താൽ, വഴക്കിട്ടാൽ മരണം തന്നെയാണ് നിക്ഷയം. കഷ്ടപ്പാടായിരിക്കും. അവസാനം വരെ കണ്ണുനീർ എന്ന് മാറുമോ എന്നുള്ള പാട്ടേ നിങ്ങളുടെ നാവിൽ വരത്തുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് യു ഹാവ് ടു എൻഡ്യൂർ ആൻഡ് കോൺക്വർ. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായ ഒരു പദമാണ്, ഒരു ചൊല്ല. യു ഹാവ് ടു എൻഡ്യൂർ ആൻഡ് കോൺക്വർ. നിങ്ങൾ ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾ കൂടെ നിങ്ങൾ കടന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കോൺക്വർ. കീഴടക്കുക, അവകാശം പ്രാപിക്കുക, നേടിയെടുക്കുക. കടക്കാതെ, എൻഡ്യൂർ ചെയ്യാതെ യു കനോട്ട് കോൺക്വർ. യുദ്ധവീരൻ യുദ്ധത്തിൽ കടന്നു ചെല്ലണം. ഹി ഹാവ് ടു എൻഡ്യൂർ, അല്ലേ? യുദ്ധത്തിൽ അവൻ ഇറങ്ങണം, എങ്കിലേ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പിടിച്ചടക്കാൻ, ദേശത്തെ പിടിച്ചടക്കണം. ശത്രുക്കളുടെ മുൻപിൽ നിന്നിട്ട് കർത്താവെ എല്ലാം അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ പ്രാർത്ഥിച്ചിരുന്നാൽ പോരാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞിട്ട് പിടിച്ചടക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞാട്ടെ, എൻഡ്യൂർ ആൻഡ് കോൺക്വർ. എൻഡ്യൂർ ആൻഡ് കോൺക്വർ. ആമേൻ, ഹല്ലേലൂയ. എല്ലാ വിശ്വാസികൾക്കും പരീക്ഷകളും പരിശോധനകളും ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ദൈവം വെച്ചിട്ടുള്ളതാണ്.
എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടു ട്രസ്റ്റ് ഗോഡ്. ദൈവത്തെ എപ്പോഴും ആശ്രയിച്ച് വിശ്വാസത്തിൽ വളർന്ന് വർദ്ധിച്ച് ദൈവത്തിൻ്റെ നാമം എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉന്നത നിലയിലാണ്. എല്ലാം എപ്പോഴും പറയാൻ വേണ്ടിയ ഞാൻ വിചാരിക്കുക, യേശു സ്തുതിപ്രിയനാ. നിങ്ങളെല്ലാ സാഹചര്യത്തിലും യേശുവാണ് എനിക്ക് ചെയ്തത്, യേശുവാണ് എനിക്ക് തന്നത്, യേശുവാണ് എനിക്ക് നേടിയത്, എല്ലാം യേശു 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 എന്ന് പറയാനാ. ഒരിക്കൽ മോശയോടെ ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, 12 മൂപ്പന്മാരെ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് എന്ത് ചെയ്യുക, ഉറ്റുനോക്കാൻ പറഞ്ഞു. ഇവൻ 12 ഗോത്രത്തിൽ നിന്നും ഓരോരു മൂപ്പന്മാരെ തിരഞ്ഞെടുത്ത് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ദേശത്ത് പോയി ഉറ്റുനോക്കണം, എക്സ്പ്ലോർ, ഉറ്റുനോക്കണം, എല്ലാം ഓരോന്നായിട്ട് നോക്കണം. ദേശം എങ്ങനെ ഉണ്ട്, അവിടുത്തെ ദേശം സോയിൽ നല്ല ഫെർട്ടൈലാണോ, കാലാവസ്ഥയൊക്കെ നന്നായിട്ടുണ്ടോ, അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്, ഫലപ്രദമായ വൃക്ഷങ്ങളാണോ, അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതാണോ മോശമാണോ, എല്ലാം ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. 12 ആൾക്കാരും ഓടിച്ചെന്നു. അവർ 40 ദിവസം ദേശം മൊത്തം ഉറ്റുനോക്കിയപ്പോൾ ഒരു കൊല ഗ്രേപ്സ് വെട്ടിയപ്പം 2 പേര് ചേർന്നാലേ പൊക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വലിയ കൊലയായിരുന്നു. 2 പേർ ചേർന്ന് ഒരു കൊല ഗ്രേപ്സും പൊക്കിയിട്ട് മോശയുടെ അടുക്ക വരികയാണ്. മോശയുടെ അടുക്ക വന്ന് പറഞ്ഞപ്പം ആദ്യം നല്ല റിപ്പോർട്ടാണ് കൊടുത്തത്. അവർ പറഞ്ഞു, കണ്ടോ, മോശ നിൽക്കുകയാണ്, മോശയുടെ മുമ്പിൽ 2 പേർ ഒരു വലിയ കൊല ഗ്രേപ്സ്. നമുക്കൊരു കൊട്ട ഗ്രേപ്സ് വേണം 2 പേര് പൊക്കണമെങ്കിൽ, അതിലൊരു 50-60 കൊല ഗ്രേപ്സ് വേണം. ഇത് ഒറ്റ ഒരു കൊലയേ ഉള്ളൂ. 2 പേര് പൊക്കി. ഇസ്രായേൽ ജനങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയോ. എല്ലാവരും നോക്കുമ്പോൾ, അയ്യോ ഇത്ര വലിയ മുന്തിരി കൊലയാണോ, അയ്യോ കർത്താവേ സ്തോത്രം, എല്ലാവരും കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, പക്ഷേ നമുക്കവിടെ കയറാൻ കഴിയത്തില്ല. ഓരോത്തിനും പിറുപിറുക്കാൻ തുടങ്ങി. അയ്യോ ആണോ, നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് മല്ലന്മാരെയാണോ വെച്ചിരിക്കുന്നത്, അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുകിളിയാണോ, അവരൊക്കെ 10-12 അടി പൊക്കമുണ്ടോ, അനാക്കിൻ്റെ തലമുറകളാണോ, ഹിത്യരാണോ, അമലോക്യരാണോ, അമ്മോന്യരാണോ, അയ്യോ. എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. ഒച്ചപ്പാടും ബഹളവും കൂടെ, തല്ലും പിണക്കും എല്ലാം ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. നമുക്കറിയാം, വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കാൻ 1-2 പേരെ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ പരിഹരിക്കാൻ വിശ്വാസമുള്ള ഒരുത്തൻ കൂട്ടത്തിൻ്റെ ഇടയിൽ എഴുന്നിട്ട് മിണ്ടാതിരിക്കും എല്ലാവരും പറഞ്ഞു, ഇതെന്താ, ഇത് ആരായി? കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരുത്തിന് ഒരു ചെറുപ്പക്കാരെ എഴുന്നേറ്റിരിക്കും. അവൻ്റെ പേര് കാലേബ്. അവൻ പറഞ്ഞു, നിങ്ങൾ ആരും പിണ്ടിപ്പോരുത്, വി വിൽ ഗോ ആൻഡ് ഇൻഹെറിറ്റ്, നാം കയറി ചെന്ന് അവകാശം പ്രാപിക്കും. എല്ലാവരും വായും പൊളിച്ച് നോക്കിയിരുന്നു. ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, ഇതെല്ലാം നടക്കുന്ന കേസേ അല്ല. കാലേബ് പറഞ്ഞു, ഞാൻ പോകും, ഐ വിൽ ഗോ ആൻഡ് ഐ വിൽ ഇൻഹെറിറ്റ്, ഞാൻ എൻ്റെ കൈവശമാക്കും. യു ഹാവ് ടു എൻഡ്യൂർ ആൻഡ് യു ഹാവ് ടു കോൺകർ. വെട്ടുക്കിളിയെ പോലെ ശത്രുക്കളെ വെച്ചിട്ട് നിന്നെ മല്ലന്മാരാക്കിയ നിങ്ങൾ ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. നിങ്ങൾ പറയും, അവരോ വെട്ടുക്കിളിയോട് അവൻ ഊതിയ പറക്കും എന്ന് പറയും. ഇത് അവൻ ഊതിയാൽ നമ്മൾ പറക്കും. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചവനെ ആശ്രയിക്കുമ്പോൾ സൃഷ്ടിച്ചവൻ ഊതിയാൽ അവനെ കാണത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാർഡ്ഷിപ്സ് വെച്ചിരിക്കുന്ന. ഈ കഷ്ടതയിൽ കൂടെ നീ കടക്കുമ്പോൾ നീ ദൈവത്തോട് നിലവിളിക്കും, ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പറയും, എൻ്റെ അപ്പൻ്റെ അപ്പനോ സമ്പാദിച്ചതല്ല, ജാതികളായി ജീവിച്ചൻ കഷ്ടപ്പെട്ട് രാപ്പകൾ ഉറക്കുകളച്ച് അധ്വാനിച്ചത് ദൈവം എനിക്ക് സൗജന്യമായി തന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൻ്റെ ആ ഒത്തുവാക്യം, ഹെബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്ന ഭാഗങ്ങൾ, നിഴലായി കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ ഇസ്രായേൽ ജീവിതത്തിൻ്റെ യാത്ര. അതുകൊണ്ട് അവർ പിറുപിറുത്ത സ്ഥലവും അവർ വഴക്കുണ്ടാക്കിയ സ്ഥലങ്ങളെല്ലാം ദൈവം അവിശ്വാസ ഹൃദയമുള്ള, കഠിന ഹൃദയമുള്ള, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു വിശ്വാസികളായിട്ടാണ് ദൈവം കണ്ടത്. ദൈവം പറഞ്ഞു, ഇവരെൻ്റെ വിശ്രമത്തിൽ ഒരിക്കലും കയറത്തില്ല. പാലും തേനും ഒഴുകുന്ന ഈ അവസ്ഥയിൽ ഒരിക്കലും അവർ കയറത്തേ ഇല്ല. അവിടെ കാലേബ് ഇപ്രകാരം പറയുകയാണ്, സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, വി ഷുഡ് ഗോ അപ്പ് ആൻഡ് ടേക്ക് പൊസഷൻ ഓഫ് ദ ലാൻഡ്
ഫോർ വി ക്യാൻ certainly ഡു ഇറ്റ്. അവൻ്റെ കോൺഫിഡൻറ്റ് നോക്കി. എല്ലാവരും കണ്ടതുപോലെ അവൻ കണ്ടത്, പക്ഷെ അവൻ കേട്ടതുപോലെയാണ് സംസാരിച്ചത്. അവൻ്റെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തതായിരുന്നു അവൻ എന്നും അവൻ്റെ ഹൃദയത്തിൽ കേട്ടോണ്ട്. അവൻ എന്ത് സംസാരിച്ചോ, അവൻ എന്ത് കേട്ടോ, അവൻ എന്ത് ധ്യാനിച്ചോ, പ്രതികൂലത്തിൻ്റെ നടുവിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. വി ഷുഡ് ഗോ അപ്പ്. നമുക്കെല്ലാവർക്കും വി ഷുഡ് ഗോ അപ്പ് ആൻഡ് ടേക്ക് ദ പൊസിഷൻ. ഹല്ലേലൂയ. പരീക്ഷയിൽ കൂടെ കടക്കുമ്പോൾ ഹല്ലേലൂയ, തീർച്ചയായിട്ടും നമുക്ക് വെച്ചിരിക്കുന്ന നിക്ഷേപം നമുക്ക് കൈവശമാക്കാൻ കഴിയും. പരീക്ഷയ്ക്ക് പോയില്ലെങ്കിൽ കൈവശമാക്കാൻ കഴിയത്തില്ല. പരീക്ഷയും വേണ്ട അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. പരീക്ഷ ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുവാൻ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. വിശ്വാസം. നിങ്ങൾ രോഗം വരുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ പറയുകയാണ്, ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, നിനക്ക് പ്രമേഹമുണ്ട്, ഭയങ്കര പ്രമേഹമാണ്, ഇത്ര ഉണ്ട്, ഞാൻ നിനക്ക് മരുന്ന് തരാം, കൂടാതെ നീ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇവരെന്ത് ചെയ്യും? മരുന്ന് വാങ്ങിച്ചിട്ട് പോകും. 2 അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എക്സസൈസ് ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യത്തില്ല? എക്സസൈസ് ചെയ്യത്തില്ല, മരുന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ. രോഗം കുറയോ? ആരോടെ വിശ്വാസമുണ്ട്? ഡോക്ടറുടെ വിശ്വാസമുണ്ട്. പറഞ്ഞതെല്ലാം ചെയ്തോ പറഞ്ഞതുപോലെ? ഇല്ല. മരുന്ന് കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട്, പക്ഷേ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത്, നമുക്ക് വചനത്തോട് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എക്സസൈസ് എന്ത് ചെയ്യില്ല, അതിനെ ജീവിതത്തിൽ പാലിക്കുവാൻ, വിശ്വസിക്കുവാൻ, അതൊന്ന് ചെയ്ത് നോക്കാൻ, ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചെയ്യാനുള്ള മനോഭാവം, മെൻറ്റാലിറ്റി, അതിനുള്ള മനസ്സ് നമ്മൾ വയ്ക്കുന്നില്ല. സോ നിങ്ങൾ ഡോക്ടറെ വിശ്വസിച്ച് ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സൗഖ്യത്തെ നിങ്ങളുടെ കൈവശമാക്കുന്നത് പോലെ ദൈവം പറഞ്ഞു, ഗോ ആൻഡ് പൊസസ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം മുതൽ ചില ഭാഗങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം മുതൽ. When Jesus returned, when Jesus returned, യേശു തിരിച്ചു വന്നു. He came. ഒരു വലിയ പുരുഷാരത്വം യേശുവിന് വേണ്ടി കാത്തിരുന്നു. പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഇന്ന് തിരിച്ചു വരാൻ കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു കൂട്ടം യേശുവിൻ്റെ വരവിനായി കാത്തിരുന്നു. യേശുവിൻ്റെ വരവിനായി നീ കാത്തിരുന്നെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. എന്തുകൊണ്ടാ ഒരു വ്യക്തി യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു? നിങ്ങൾ എന്തിനാണ് യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു? പ്രാർത്ഥന വിഷയത്തോട് വന്നവരുണ്ട്, ആഗ്രഹത്തോടെ കടന്നു വന്നവരുണ്ട്. ഇന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം കിട്ടുമോ? എൻ്റെ ജീവിതത്തിൽ രക്ഷ കിട്ടുമോ? ഇന്നെങ്കിലും എനിക്ക് ദൈവം ഒരു വഴി തുറക്കുമോ? ഇന്നെങ്കിലും എനിക്ക് ദൈവം ഒരു പ്രമോഷൻ കൽപ്പിക്കുമോ? ഇന്നെങ്കിലും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമോ? ഇന്നെങ്കിലും എൻ്റെ മക്കളും മരുമക്കളും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുമോ? എൻ്റെ ധനത്തിനൊരു വർധനം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്ന കൂട്ടത്തെ കണ്ടപ്പോൾ യേശു തിരിച്ചു വന്നു. യേശു തിരിച്ചു വന്നപ്പോൾ 12 വർഷകാലമായി രക്തസ്രവ രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊടാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മുൻപിൽ വരാത്തത്? യേശുവിൻ്റെ മുൻപിൽ വന്ന് യേശുവോട് ചോദിച്ചാൽ പോരെ? അവൾ അശുദ്ധിയായിരുന്നു. ഷീ ഹാഡ് ബ്ലീഡിങ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രവം രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും പാളയത്തിൻ്റെ അകത്ത് പാർക്കുവാൻ അവൾക്ക് യോഗ്യതയില്ല. അവൾ പാളയത്തിൻ്റെ പുറത്ത് വേണം അവളുടെ പാർപ്പിടവും. കിടക്കുന്നതും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതുമുള്ള ജീവിത ചരിത്രം നയിക്കേണ്ടത് പാളയത്തിൻ്റെ പുറത്ത്. എന്നവൾ ആ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു, അന്നേ അവൾക്ക് അകത്തു വരാനും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും പോകാനും കഴിയത്തുള്ളൂ. ഇവൾ
ഇവൾ പാളയം വിട്ടിറങ്ങി അകത്ത് വന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ തൊട്ടാൽ ആ വ്യക്തി അശുദ്ധനായി മാറും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. അശുദ്ധനായ വ്യക്തി ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവന് വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ, അവന് പള്ളി പോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് അശുദ്ധിയായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു രക്തവസ്ത്രവ സ്ത്രീ. ഈ സ്ത്രീ ഒരു വലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ ആരെയും അറിയാതെ, അറിഞ്ഞാൽ കല്ലെടുത്തെറിയും, ഇവളെ പരിഹസിക്കും, ഇവൾ കൊല്ലപ്പെടാൻ യോഗ്യതയായി തീരും. കാരണം ഈ യേശുവിനെ ആ ഭാഗം വായിക്കുമ്പോൾ യേശുവിനെ ചുറ്റും വലിയ ഒരു പുരുഷാരത്വം ഉണ്ടായിരുന്നു. ഒരു തിരൽക്കൂട്ടം ജനത്തിൻ്റെ നടുവിൽ യേശു നിൽക്കുമ്പോൾ അശുദ്ധനായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരണമെങ്കിൽ അവിടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളെ തൊടാൻ ഇവൾക്ക് യേശുവിൻ്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. എത്ര പേരെ തൊട്ടിരിക്കും? ന്യായപ്രമാണം അനുസരിച്ച് എത്ര പേർ അശുദ്ധനും അശുദ്ധിയായി തീർന്നിരിക്കും? ഇവൾ അതൊന്നും കണക്കിട്ടില്ല. ഇവളുടെ ഹൃദയത്തിൽ ഇവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ തൊടും, എൻ്റെ യേശുവിനെ ഞാൻ തൊടും, എൻ്റെ രക്ഷകർത്താവിനെ തൊടും. അവൾക്ക് യേശുവിൻ്റെ മുൻപിൽ കടന്നു വരാൻ പേടിയുണ്ടെങ്കിൽ അവൾ യേശുവിൻ്റെ പുറകിൽ വരാൻ തുടങ്ങി. യേശുവിൻ്റെ പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്മലെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ യേശു ഇന്ന് നിങ്ങളെ തേടി ഇവിടെ വന്നിട്ടുണ്ട്. അവനെ ആ മുഖമുഖമായി നേരിടുവാൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും അവൻ്റെ പുറകിൽ നിന്ന് അവനെ തൊട്ടാൽ ഈ രക്ഷകർത്താവ് എനിക്കൊരു വിടുതല തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയട്ടെ, നിങ്ങൾ വന്നതുപോലെ മടങ്ങി പോകത്തില്ല. ഏത് വിഷയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ യേശുവിനെ തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിനക്കൊരു രക്ഷ നൽകുവാൻ എൻ്റെ ദൈവം മതിയായവൻ. വൈദ്യശാസ്ത്രത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞാലും, എൻ്റെ സ്വന്തക്കാർക്ക് എന്നെ സഹായിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിന്റെ കടഭാരം തീർക്കാൻ കഴിയത്തില്ല. ഇല്ല, ഇത് മനുഷ്യരാൽ ഹല്ലേലൂയ സാധിക്കുന്ന കേസ് അല്ല എന്ന് നിന്റെ പാളയത്തിന്റെ പുറത്ത് വെറുക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നീ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പിതാവ് അരുളി ചെയ്ത് ഹല്ലേലൂയ സന്ദേശം നിങ്ങളോട് പറയട്ടെ, ഇന്ന് യേശുവിനെ പുറകിൽ നിന്ന് തൊട്ടാൽ കൊള്ളാം, എൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷ വരുമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഒരു തിരൾ കൂട്ടം കണ്ടപ്പോൾ അല്ല യേശു വന്നത്, ഒരു കൂട്ടം ജനം യേശുവിനായി കാത്തിരുന്നു. ഇന്ന് ആര് കാത്തിരിക്കുന്നു? അവരെ തേടിയാണ് യേശു വന്നത്. യേശുവിനെ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് യേശുവിനെ കാണാം. ആരെങ്കിലും യേശുവിനെ തൊടാൻ കടന്നു വന്നിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയും. യേശുവിന്റെ വായിൽ നിന്ന് നല്ല സന്ദേശം കേട്ട് പോകാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ യേശുവിന്റെ സന്ദേശം കേട്ടിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ എന്ത് ആഗ്രഹത്തോട് ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഹല്ലേലൂയ അർഹിക്കപ്പെടാത്ത സ്ഥലത്ത് നിന്നെ അർഹിക്കപ്പെട്ടവനായി മാറ്റി തീർക്കാനാണ് യേശു ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുള്ളത്. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഹല്ലേലൂയ. നാളെ എന്ന പോലെയല്ല, നാളെ നിങ്ങളുടെ ദിവസമല്ല. ഹല്ലേലൂയ. നിങ്ങൾ മുടന്ത് ന്യായം വെച്ച് പ്രാർത്ഥിക്കാൻ തിരുവചനം നമ്മളെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. എല്ലാറ്റിനും ഒരു ദിവസമുണ്ടെന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ ദിവസവുമില്ല, എൻ്റെ ദിവസവുമില്ല. പക്ഷെ ടുഡേ ഈസ് മൈ ഡേ. 1-2 തെസ്സലോനിക്ക പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇന്നെന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയട്ടെ, ഇന്നെന്ന പോലെ നാളെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്നല്ല, നീ വിശ്വസിച്ചാൽ ഈ നിമിഷം തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹാസാന്നിധ്യം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. രോഗമായിരിക്കാം, മാറാത്ത രോഗമായിരിക്കാം, പാരമ്പര്യ പ്രമേഹ രോഗമായിരിക്കാം, ബ്ലഡ് പ്രഷർ ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, നട്ടൽ തേയ്മാനമായിരിക്കാം, അസ്ഥി തേയ്മാനങ്ങളായിരിക്കാം, ജോയിന്റ് പെയിൻസ് ആയിരിക്കാം, ലിവർ അസുഖങ്ങളായിരിക്കാം, ഹൃദയത്തിന്റെ അസുഖങ്ങളായിരിക്കാം. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യേശുവാൽ അസാധ്യമായത് ഒന്നുമില്ല. യേശു ഇതാ നിന്റെ പക്കലുണ്ട്. കാത്തിരിക്കുന്ന നിന്നെ തേടി യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ മഹാപുരുഷാരത്വം തിക്കി തിരക്കുന്ന നടുവിൽ യേശു നിന്നെങ്കിലും
നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവൾ തന്നോട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ ഞാൻ തൊടും. വഴി ഒരുക്കി. തൊടുന്നതിന് മുമ്പ് ദൈവത്തിന് അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു സ്ത്രീ ഇന്ന യോഗത്തിൽ എന്നെ തേടി വരുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. കാരണം എന്താ? ഒരു ദിവസം ഇതേപോലെ ഒരു യോഗത്തിൽ ഒരു കൂനിയായ സ്ത്രീ വന്നിരുന്നു. അവളെ പേർ ചൊല്ലി യേശു വിളിച്ചു. അവളെ വിളിച്ചു, വാ, വാ, മുമ്പോട്ട് വാ എന്ന് വിളിച്ചു. വിളിച്ചവളെ സൗഖ്യപ്പെടുത്തി. യേശു അവൾ വരുമെന്ന് നന്നായിട്ട് അറിയാം. അവൾക്ക് യേശുവോട് വിശ്വാസം ഉണ്ടെന്നറിയാം. അവൾ രക്ഷയ്ക്കായി വന്നു. അവൾ സൗഖ്യം പ്രാപിച്ചു പോയതുപോലെ ഇന്ന് ആ യേശു തന്നെ ഇവിടെ വന്നിട്ടുള്ള നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യേശു, നിന്നെ വിടുവിക്കുന്ന യേശു, നിനക്ക് അഭിവൃദ്ധി തരുന്ന യേശു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി തരുന്ന യേശു, നല്ല ജ്ഞാനം തരുന്ന യേശു, നല്ല മരുമക്കളെ തരുന്ന യേശു, നല്ല ഭർത്താക്കന്മാരെ തരുന്ന യേശു, നല്ല ഭാര്യമാരെ തരുന്ന യേശു, നല്ല യേശു, നല്ലവനാം യേശു, നല്ലവനെ, വല്ലവനെ, ആരാധനയ്ക്ക് യോഗ്യനെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ വണങ്ങുന്നു, അങ്ങേ നമിക്കുന്നു, അങ്ങേ നമസ്കരിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. നീ പുറകിൽ നിന്ന് വരുന്നു, മുമ്പിൽ നിന്ന് വരുന്നു, നിന്റെ അപ്രോച്ച് അല്ല ദൈവം കാണുന്നത്. ഇറ്റ്സ് നോട്ട് ഹൗ യു അപ്രോച്ച്, വെദർ യു കം ഫ്രം ഫ്രണ്ട് or you go through your back door. If you come to Jesus, then there is deliverance. നീ യേശുവിനെ കാണുവാൻ നീ വന്നിട്ടുണ്ടെങ്കിൽ നീ മുമ്പിൽ കൂടെ വന്നാലും വിഷയമല്ല, പുറകിൽ കൂടെ വന്നാലും വിഷയമല്ല. ദൈവത്തിന്റെ വിഷയം നിന്റെ വിശ്വാസം. ആരാധ്യനായ ദൈവത്തെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദ മൗണ്ടൻ ഓഫ് ഗോഡ് സഭയിലേക്ക്. ആരാധനയും വചനപഠനവും എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ. ഡോക്ടർ ഹഡ്സൺ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ. ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ചക്രവർത്തി ഹോസ്റ്റലിന് എതിർവശം, YMCA ബൈപ്പാസ് റോഡ്, കോതമംഗലം.